നമസ്കാരം. മഹാരാഷ്ട്രയിലെ മഹായുതിയുടെ വിജയത്തിനു ശേഷം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ രാജ്യസഭയിൽ BJPക്ക് ഒരു വെല്ലുവിളിയും ആരും ഉയർത്തുന്നില്ല. ഏത് ബില്ലും അനായാസേനെ പാസ്സാക്കുന്ന തരത്തിൽ രാജ്യസഭയിൽ BJPയുടെ അംഗങ്ങളുടെ എണ്ണം നിലവിൽ തന്നെ ഉണ്ടെങ്കിലും അതിന് കൂടുതൽ ശക്തി പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് മഹാരാഷ്ട്രയിൽ നിന്നും എത്തിയത്. നമുക്കറിയാം, ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ MP-മാരെ സംഭാവന ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. 19 MP-മാരാണ് രാജ്യസഭയിൽ അവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. നിലവിൽ NDA കേവല ഭൂരിപക്ഷം നേടിയിട്ടുണ്ടെങ്കിലും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നതിൽ കുറച്ചൊക്കെ NDAക്ക് വലിയ പ്രതിഷേധങ്ങളൊക്കെ നേരിടേണ്ടി വരുന്ന സാഹചര്യത്തിൽ പുറത്തു നിന്നുള്ള പിന്തുണയടക്കം NDA രാജ്യസഭയിൽ സ്വീകരിക്കാറുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ ഇനി മാറ്റങ്ങൾ വരികയാണ്. കാരണം 2030 വരെ ഇനി ഈ രീതിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും അടക്കം അവിടെ നിന്നുള്ള രാജ്യസഭാ MP-മാരുടെ തിരഞ്ഞെടുപ്പുണ്ട്. ആരെയും പേടിക്കാതെ അവിടെ നിന്നൊക്കെ തന്നെ BJPക്ക് അല്ലെങ്കിൽ BJPയുടെ സഖ്യകക്ഷികൾക്ക് രാജ്യസഭയിലേക്ക് ആളുകളെ എത്തിക്കാൻ കഴിയും. നിലവിൽ 96 MP-മാരാണ് BJPക്ക് രാജ്യസഭയിലുള്ളത്. NDAക്ക് 112 പേരുണ്ട്. പ്രതിപക്ഷത്തിന് ഏറ്റവും കുറഞ്ഞ് 85 പേര് മാത്രമാണ് പ്രതിപക്ഷത്തിന് രാജ്യസഭയിൽ അംഗങ്ങളായുള്ളൂ. ശൈത്യകാല സമ്മേളനത്തിൽ പ്രധാനപ്പെട്ട പല ബില്ലുകളും പാസ്സാക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് വഖഫ് ഭേദഗതി ബില്ല്. അതൊക്കെ തന്നെ ഒട്ടും പ്രയാസകരമല്ലാത്ത രീതിയിൽ പാസ്സാക്കിയെടുക്കാവുന്ന രീതിയിലേക്ക് രാജ്യസഭയിലെ ഒരു അംഗബലം BJPക്ക് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പോടുകൂടി ഒന്നുകൂടി ശക്തമായി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് YSR കോൺഗ്രസ്, അതേപോലെ TDP, ശിവസേനയുടെ ഉദ്ധവ് താക്കറെ വിഭാഗം, അതുപോലെ NCPയുടെ ശരത് പവാർ വിഭാഗം, ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം നിൽക്കുന്നു. പലരും YSR കോൺഗ്രസ് പലപ്പോഴും NDAക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ അവരുടെ പിന്തുണ ലഭിക്കാറുണ്ട്. തെലുങ്കുദേശവും NDAക്കൊപ്പമാണ്. പക്ഷേ ശിവസേന അടക്കമുള്ള NCP അടക്കമുള്ള പാർട്ടികളിൽ ഈ ഒരു മാറ്റം, അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോലും മാറ്റം വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ തന്നെ രാജ്യസഭാ MP-മാരുടെ കാലാവധി തീരാൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് രാജ്യസഭയിലടക്കം MP-മാരെ പിന്തുണക്കുന്ന രീതിയിലേക്ക് BJPയുടെ നയം മാറ്റിയാൽ, അല്ലെങ്കിൽ NDA ആ ഒരു നീക്കത്തിനൊപ്പം നിൽക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ ഒരു രാഷ്ട്രീയപരമായ നീക്കം നടത്തി BJP വിജയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ആ തരത്തിൽ ആണ് എന്തായാലും മഹാരാഷ്ട്രയിലെ ഈ വിധിയെ കാണുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.